പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുൻപേ അതെന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ലോകത്തിൻ്റേത് ആയിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവിൻ. അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. എന്നാൽ എൻ്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല. ഈ വചന ഭാഗത്തിലൂടെ യേശു നമ്മോട് പറയുന്നു, നാം ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ലോകം നമ്മെ ദ്വേഷിക്കുമെന്ന്. കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെതായിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ പീഡനങ്ങളുണ്ടാകും. കാരണം നന്മയും തിന്മയും ഒരുമിച്ച് തഴച്ചു വളരുന്ന ഈ ലോകത്തിൽ എല്ലാവരിൽ നിന്നും നന്മ നമ്മൾക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പീഡനങ്ങളുണ്ടാകും. എന്നാൽ യേശു പറയുന്നുണ്ട്, നമ്മൾ വചനമനുസരിച്ച് ജീവിക്കണമെന്ന് തന്നെ. യേശുവിനെ പീഡിപ്പിച്ചവർ നമ്മളെയും പീഡിപ്പിക്കുമെന്ന് തന്നെ ഈ ലോകത്തിൽ നമ്മളിപ്പോൾ കണ്ടുവരികയാണല്ലോ. പതറാതെ തളരാതെ യേശുവിൻ്റെ നാമം ഈ ലോകത്തിൽ ഉയർന്നു നിൽക്കുവാനായിട്ട് പരിശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് നൽകട്ടെ. അങ്ങനെ നിറയെ ആത്മാക്കളെ നമുക്ക് നേടിയെടുക്കുവാനായിട്ടും സാധിക്കട്ടെ. പ്രത്യേക ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കാം. ഈ ലോകത്തിന് പ്രത്യേക ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാം, അറിയിക്കാം, പ്രഘോഷിക്കാം. അങ്ങനെ പ്രത്യേക ദൈവം ഈ ലോകത്തിലുള്ളവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.